നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വകുപ്പിലെ ഡോക്ടർ. അദ്ദേഹം പാർട്ടിക്കാരനാണ്. പല സഖാക്കളെക്കാളും വലിയ സഖാവാണ്. ഞാൻ പറഞ്ഞ പാർട്ടിയോടുള്ള ആത്മാർത്ഥയുടെ അല്ലെങ്കിൽ പൊതുജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണല്ലോ പുള്ളി തുറന്നു പറഞ്ഞത്. ഇനി കോൺസിക്വൻസ് എന്ത് തന്നെയാലും കുഴപ്പമില്ല, ഞാൻ പറയാം എന്ന് വിചാരിച്ച് പുള്ളി പറഞ്ഞു. അപ്പോൾ അത് വിവാദമായി. അദ്ദേഹത്തിൻ്റെ ആർജവത്തെ അഭിനന്ദിക്കുന്നതിന് പകരം അവരെന്താ ചെയ്തത്? ആദ്യം ഒന്ന് ഗൗനിക്കുന്നതായിട്ട് കാണിച്ചു, പിന്നീട് കുറ്റപ്പെടുത്തി. അപ്പോൾ അത് പൊതുജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കല്ലേ. ജനങ്ങൾ വെറും വിഡ്ഢികളൊന്നുമല്ലല്ലോ, അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പാർട്ടിക്കാർക്ക് അല്ലെങ്കിൽ ക്യാപ്സൂൾ നിർമ്മാതാക്കൾക്കും ന്യായീകരണ തൊഴിലാളികൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും മനസ്സിലാവും. അപ്പം ഇങ്ങനെ ഒരു സംഗതി അവിടെ ഉണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവം. ഈ കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ കേരളത്തിൽ തന്നെ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. അതൊരു പ്രത്യേക, അത് അറിഞ്ഞിരിക്കണം. അതെ, ഒരു പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനേക്കാളും ഫലപ്രദമായിട്ട് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികൾ, ഹൃദയ ശസ്ത്രക്രിയ അടക്കം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതെ 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 അതായത് ഹൃദയം തുറക്കാതെ വാൾവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ അല്ല, ഞാൻ സ്ഥലമാണ്. പറഞ്ഞത് അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്ന് വെച്ചാൽ ഡോക്ടർമാർ കൂടുതലുണ്ട്, രോഗികൾ കൂടുതൽ വരുന്നുണ്ട്, അതിൻ്റെ ഒരു കൺജഷൻ അവിടെ ഉണ്ട്. പക്ഷെ കോട്ടയത്ത് അത്ര തന്നെ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ വൃത്തിക്ക് നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത്. ഈ ദുരന്തം തന്നെ ഉണ്ടായത് നമുക്ക് മനസ്സിലാക്കാം. ഒരു പഴയ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു, ഒരു സ്ത്രീ അതിൻ്റെ അകത്ത് പെട്ടുപോയി. അത് സ്വാഭാവികമായിട്ട് എവിടെ സംഭവിക്കാവുന്ന ഒരു അപകടം എന്ന് പറയാം. പക്ഷെ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മന്ത്രിമാർ ഓടിയെത്തും. സ്ഥലം MLA വാസവനാണ്. ഏറ്റുമാനൂർ മണ്ഡലത്തിലാണ് ഇരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് എന്നാണ് പേരെങ്കിലും ഇത് ആർപ്പൂക്കര പഞ്ചായത്തിലാണ് ഇരിക്കുന്നത്. അവിടുത്തെ MLA നേരത്തെ സുരേഷ് കുറുപ്പായിരുന്നു, ഇപ്പോൾ വാസവനാണ്. വാസവൻ ഈ ആശുപത്രിയുടെ കാര്യത്തിൽ പൊതുവെ താല്പര്യം എടുക്കുന്ന ആളാണ്. ഇവർ രണ്ടുപേരും ഓടിയെത്തുന്നപ്പോൾ നമ്മളെന്താ വിചാരിച്ച് അവർ ദുരിതാശ്വാസം പുറത്തു ഇല്ല. ഇവർ രണ്ടുപേരും ക്യാമറയുടെ മുമ്പിൽ നിന്ന് വലിയ ബോൾത്തി അടിക്കും. ഒരു കുഴപ്പമില്ല, ചെറിയ പരിക്കേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ ആരും കുടുങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കൈവീശി കാണിച്ച് പോകുന്നു. അത് 2 മണിക്കൂർ കഴിയുമ്പോഴാണ് മനസ്സിലാവുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടത്. അവർ ഏതാണ്ട് മൃതപ്രായമായി കഴിഞ്ഞു എന്ന് പുറത്തെടുത്തപ്പോൾ അവർ മരിച്ചു കഴിഞ്ഞു. സ്വാഭാവികം. അപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ട് കോപാകുലരാവില്ലേ. ഈ നാടകം മുഴുവൻ നടക്കുന്നത് ക്യാമറയുടെ മുമ്പിലാണ്. ഇതുപോലെ കാസർഗോഡ് ജില്ലയിലെ ബന്തെടുക്കലോ ഏതെങ്കിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ചുമരിടിച്ച് വീണു, ഒരാൾ മരിച്ചു. മനസ്സിലാക്കുക, അത് വലിയ ചർച്ചാ വിഷയമാവില്ല. കാരണം ഈ TV ക്യാമറകളുടെ ഈ നോട്ടത്തിന് പുറത്താണ്.